SFIയുമായിട്ട് മുട്ടി നിൽക്കാനുള്ള ശേഷി കേരളത്തിലെ ഗവർണർക്കും ഇവിടുത്തെ അതിന് നേതൃത്വം നൽകുന്ന RSSനും ഉണ്ടോ എന്ന് അവർ പരിശോധിച്ച് നോക്കും നല്ലതായിരിക്കും. സർവകലാശാലയിൽ നടപ്പിലാക്കുന്നത് സംഘപരിവാർ വൽക്കരണമാണ്. ഗവർണറും VCയും ഒക്കെ ചേർന്നുകൊണ്ട് അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതേ അർത്ഥത്തിൽ തന്നെ SFI പ്രതിരോധിക്കുമെന്നുള്ളതാണ് SFI നേതാക്കൾ വ്യക്തമാക്കുന്നത്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോയൽ തോമസ് ചേരുകയാണ്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഗവർണറും അതുപോലെ തന്നെ ചാൻസലറും ഒക്കെ ചേർന്ന് ഇത്തരമൊരു സംഘപരിവാർ വൽക്കരണമാണ് സർവകലാശാലയിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ ആ അർത്ഥത്തിൽ തന്നെ SFI പ്രതിരോധിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ച്. തീർച്ചയായിട്ടും ഇന്ന് ഒരു സമരം കണ്ണൂരും സംസ്ഥാനത്ത് നിന്ന് ബസ് പടിമുടക്ക് നടക്കുന്ന സമയത്ത് ഉൾപ്പെടെയാണ് ഇവിടെ SFIയുടെ പരമാവധി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുന്നത്. നമ്മളിത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ SFIയുമായിട്ട് മുട്ടി നിൽക്കാനുള്ള ശേഷി കേരളത്തിലെ ഗവർണർക്കും ഇവിടുത്തെ അതിന് നേതൃത്വം നൽകുന്ന RSSനും ഉണ്ടോ എന്ന് അവർ പരിശോധിച്ച് നോക്കും നല്ലതായിരിക്കും. കാരണം അനവധിയായിട്ടുള്ള സമരങ്ങളുടെ ചരിത്രം ഈ കണ്ണൂർ ജില്ലയ്ക്കും ഇവിടുത്തെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിനുമുണ്ട്. അതിന് നേതൃത്വം നൽകിയ സംഘടന SFI ആണ് എന്ന് ഗവർണറും അതുപോലെ തന്നെ VCയും ധരിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ യൂണിയൻ പരിപാടികളിൽ ദേശവിരുദ്ധമായിട്ടുള്ളൊരു നയം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉൾപ്പെടെ സമിതി വെക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. കാരണം രാജ്യത്തിലെ മനുഷ്യൻ്റെ വിദ്യാർത്ഥികളുടെ രാജ്യസ്നേഹത്തിൻ്റെ അളവുകോല് ഇവിടുത്തെ RSSൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ VCയുടെ കയ്യിലോ അല്ലോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം SFI സമരം നടത്തി ആ ബില്ല് പിൻവലിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ SFIയുമായി മുട്ടി നിൽക്കാനുള്ള ശേഷി ഇവിടുത്തെ ഗവർണർക്കും ഇവിടുത്തെ വൈസ് ചാൻസലറും ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന വിധമാണ് ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പുറത്തു വെച്ച് അവസാനിപ്പിക്കാനാണ് ഇവർ ഉദ്ദേശിച്ചതെങ്കിലും SFI തീരുമാനിച്ചത് ഉള്ളിൽ SFIയുടെ സമരം അവസാനിപ്പിക്കാനാണ്. അത്തരത്തിൽ തന്നെ വിദ്യാർത്ഥികളെ മുഴുവൻ ഉള്ളിൽ പ്രവേശിപ്പിച്ച് ഈ സമരം ഒരു സൂചനാ സമരമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഭാരതാംബ ഉൾപ്പെടെയുള്ള ചിത്രവിവാദങ്ങൾ ഒരു വശത്ത് ഉണ്ടാവുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഭരണഘടനയാണ് SFI പ്രധാനമായും ഈ മാർച്ചിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിച്ച് കണ്ടത്. അത്തരത്തിൽ ഇത്തരം RSSൻ്റെ ചില നീക്കങ്ങൾക്കെതിരെ ഭരണഘടനയെയും രാജ്യത്തിൻ്റെ ദേശീയ ചിഹ്നങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണോ SFI ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഗവർണർ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുകയുണ്ടായി. ഇപ്പോൾ തളിപ്പറമ്പ് വെച്ച് ഒരു വിവാദപരമായിട്ടുള്ളൊരു പ്രസംഗം, അതായത് മുഴുവൻ ക്യാമ്പസുകളിലും വിദ്യാലയങ്ങളിലും അമ്പലങ്ങൾ പണിയണം, അതുപോലെ തന്നെ ഗോശാലകൾ ഉൾപ്പെടെ പണിയണം എന്ന തരത്തിൽ ഒരു പുതിയ കാലത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ആവാൻ വേണ്ടി പാടില്ല എന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഗവർണർ മാറുകയാണ്. SFI എല്ലാ കാലം ഉയർത്തിപ്പിടിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. നമ്മൾ ഒരിക്കൽ കൂടി ഇന്ന് ഇവിടുത്തെ VCയെയും ഗവർണറെ ഓർമ്മപ്പെടുത്തിയാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ഭരണഘടനയാണ്. അത് ഞങ്ങൾ എത്ര നിശബ്ദമാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചാലും ഞങ്ങളത് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അത് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല നമ്മുടെ എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. എന്തായാലും അതേ അർത്ഥത്തിൽ, അതായത് ഗവർണറും ഈ പറയുന്ന രീതിയിൽ VCയും ഒക്കെ ഏത് തരത്തിലാണോ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്, അല്ലെങ്കിൽ സംഘപരിവാർ വൽക്കരണം സർവകലാശാലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ അതേ അർത്ഥത്തിൽ തന്നെ ഏത് രീതിയിലാണോ ചെറുക്കാൻ വേണ്ടി കഴിയുക ആ രീതിയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുക്കുമെന്നുള്ള നിലപാടാണ് SFI പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഇന്ന് കണ്ണൂർ സർവകലാശാലയിൽ നടത്തിയിട്ടുള്ള മാർച്ചിനെ SFI കാണുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നിവേഷ് സർവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.